ഓണക്കാലത്ത് എങ്ങനെയും നാട്ടിലെത്താൻ കൊതിക്കുന്നവരാണ് മലയാളികൾ. ബംഗളൂരു പോലെ കേരളത്തിന് സമീപത്തുള്ള നഗരങ്ങളിൽ നിന്നും ഓണക്കാല യാത്രക്ക് മലയാളികൾ ആശ്രയിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ആനവണ്ടി. എന്നാൽ ഈ ഓണക്കാലത്ത് KSRTCയുടെ കാര്യം അത്ര പന്തിയല്ലെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രിയദർശിനി പദ്ധതി നടുവൊടിച്ച KSRTCയുടെ ഓണക്കാല സർവീസുകളും അനിശ്ചിതത്വത്തിലാവുകയാണ്. പ്രീമിയം ബസ് സർവീസുകൾ സംബന്ധിച്ച ഭരണപരമായ വീഴ്ചകൾ കൂടി ചേരുമ്പോൾ കടുത്ത പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അറ്റകുറ്റപ്പണികൾ പോലും കൃത്യമായി ചെയ്യാതെ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ടാക്കി തന്നിരുന്ന പുത്തൻ വോൾവോ ബസ്സുകൾ വർക്ക്ഷോപ്പുകളിൽ കട്ടപ്പുറത്തു കൂടിയായതോടെ വരാനിരിക്കുന്ന ഓണക്കാലം KSRTCക്ക് കഷ്ടകാലമാവുകയാണ്. KSRTCയുടെ ഈ കടുത്ത പ്രതിസന്ധിയെ മറികടക്കാനും ഓണക്കാലത്തെ യാത്രാ തിരക്ക് പരിഹരിക്കാനുമായി പുറത്തുനിന്ന് പുതിയ ബസ്സുകൾ വാടകയ്ക്കെടുക്കാനാണ് ഇപ്പോൾ KSRTC ആലോചിക്കുന്നത്. എന്നാൽ സ്വന്തം വർക്ക്ഷോപ്പുകളിൽ അറ്റകുറ്റപ്പണിക്കായി കയറ്റിയിട്ടിരിക്കുന്ന കോടികൾ വിലമതിക്കുന്ന വോൾവോ ബസ്സുകൾ മാസങ്ങളായി തിരിഞ്ഞു നോക്കാതെ കിടക്കുമ്പോഴാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്വകാര്യ ബസ്സുകൾ വാടകയ്ക്കെടുക്കാൻ മാനേജ്മെന്റ് തുനിയുന്നത് എന്നതാണ് വസ്തുത. മുൻപ് KSRTC സ്വിഫ്റ്റിന് കീഴിൽ അതീവ കാര്യക്ഷമമായി സർവീസ് നടത്തിയിരുന്ന പ്രീമിയം വോൾവോ സർവീസുകൾ KSRTC നേരിട്ട് ഏറ്റെടുത്തതോടെയാണ് കാര്യങ്ങൾ പൂർണ്ണമായി താളം തെറ്റാൻ തുടങ്ങിയത്. ബസ്സുകൾ സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്തി നിരത്തിലിറക്കാൻ ഡിപ്പോകൾക്കോ മെക്കാനിക്കൽ വിഭാഗത്തിനോ കഴിയുന്നില്ല. ജനപ്രിയമായ AC സർവീസുകൾ ഓരോന്നായി നിന്നുപോയിട്ടും ഗതാഗത മന്ത്രിയോ KSRTC ഉന്നത മാനേജ്മെന്റോ വിഷയം പരിഹരിക്കാൻ ഒരുവിധ ഇടപെടലും നടത്തുന്നില്ല എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. KSRTCക്ക് ഏറ്റവും അധികം സാമ്പത്തിക ലാഭമുണ്ടാക്കി കൊടുത്തിരുന്ന അന്തർ സംസ്ഥാന റൂട്ടുകളിലാണ് ബസ്സുകൾ കട്ടപ്പുറത്തായതിനെ തുടർന്ന് ട്രിപ്പുകൾ മുടങ്ങുന്നത്. അപകടത്തിൽപ്പെട്ട ദീർഘദൂര വോൾവോ ബസ്സുകൾ പോലും മാസങ്ങളോളം പണി പൂർത്തിയാക്കാതെ ഇട്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തു നിന്നും കണിയാപുരം ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന ബംഗളൂരു ഗജരാജ് മൾട്ടി ആക്സിൽ വോൾവോ സർവീസിലെ ഒരു ബസ് അപകടത്തിൽപ്പെട്ട് മാസങ്ങളോളമായി ബംഗളൂരുവിലെ വർക്ക്ഷോപ്പിൽ കിടക്കുകയാണ്. ദിവസം തോറും 60,000 മുതൽ 1 ലക്ഷം രൂപ വരെ വരുമാനം ലഭിച്ചിരുന്ന ഈ സർവീസിൽ നിലവിൽ ഒരു ബസ് മാത്രമാണ് ഓടുന്നത്. തിരുവനന്തപുരത്തു നിന്നും ബംഗളൂരുവിലേക്ക് പോയി പിറ്റേ ദിവസം മാത്രം തിരികെ വരാൻ കഴിയുന്നതിനാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഈ റൂട്ടിൽ സർവീസ് ഉള്ളത്. ദിവസേന കൃത്യമായി സർവീസ് ഇല്ലാതായതോടെ KSRTCയുടെ സ്ഥിരം യാത്രക്കാർ ഈ ബസ്സിനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഓണക്കാലം അടുത്തെത്തുമ്പോൾ പ്രവാസി മലയാളികളെയും വിദ്യാർത്ഥികളെയും നിലവിൽ കൂടുതൽ ചൂഷണം ചെയ്യുന്നത് സ്വകാര്യ അന്തർ സംസ്ഥാന ബസ് ലോബികളാണ്. നിലവിൽ തിരുവനന്തപുരം ബംഗളൂരു യാത്രയ്ക്ക് സ്വകാര്യ ബസ്സുകൾ സാധാരണ ദിവസങ്ങളിൽ തന്നെ 2,500 രൂപ മുതൽ മുകളിലേക്ക് ഈടാക്കുമ്പോൾ KSRTC ലക്ഷറി വോൾവോ ബസ്സുകൾക്ക് കേവലം 1,711 രൂപയ്ക്ക് ടിക്കറ്റ് ലഭ്യമാണ്. എന്നാൽ ഉത്സവ സീസണുകളിലും ഓണക്കാലത്തും ഫ്ലെക്സി ചാർജിന്റെ പേരിൽ സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റ് നിരക്ക് 3,500 മുതൽ 4,500 രൂപയ്ക്ക് മുകളിലേക്ക് വരെ വർദ്ധിപ്പിക്കാറുണ്ട്. ഇത്തരം ചൂഷണങ്ങളിൽ നിന്ന് സാധാരണക്കാരായ യാത്രക്കാർക്ക് ഏക ആശ്വാസമായിരുന്നത് KSRTCയുടെ കുറഞ്ഞ നിരക്കിലുള്ള വോൾവോ സർവീസുകളായിരുന്നു. എന്നാൽ ഓണത്തിന് KSRTCയുടെ വോൾവോ സർവീസുകൾ ആവശ്യത്തിന് നിരത്തിലിറങ്ങാതിരുന്നാൽ കുറഞ്ഞ നിരക്കിൽ സുരക്ഷിതമായി നാട്ടിലെത്താനുള്ള സാധാരണക്കാരുടെ വഴി കൂടിയാണ് അടയുന്നത്. ഈ അവസരം മുതലെടുത്ത് സ്വകാര്യ ബസ് മാഫിയ കൊള്ളലാഭം ഉണ്ടാക്കാൻ മുന്നിട്ടിറങ്ങുമെന്നതും ഉറപ്പാണ്. ഗതാഗത മന്ത്രിയോ KSRTC മാനേജ്മെന്റോ ഈ വിഷയത്തിൽ ഇതുവരെ ഗൗരവത്തോടെ ഇടപെട്ടിട്ടില്ല എന്നതും അതീവ ഗൗരവകരം തന്നെയാണ്.